പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കും. എല്ലാവർക്കും വരുന്നൊരു മെയിൻ പ്രശ്നമാണ് ചെടികൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താലും പെട്ടെന്ന് ഒരു ദിവസം ചെടി തളർന്ന് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ പലർക്കും പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മിക്കപ്പോഴും പറ്റുന്ന പ്രശ്നമാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നശിക്കാറായ പ്ലാന്റ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കാണപ്പെടുന്ന ഏതെങ്കിലും ചെടികൾ ചട്ടി വളർത്തുന്ന ചെടികളാണെങ്കിൽ ഇതേപോലെ ഉണക്കം തട്ടുന്ന രീതിയോ അല്ലെങ്കിൽ പ്ലാന്റ് നശിക്കാൻ പോകുന്ന ഒരു പ്രവണത കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ റീപോർട്ട് ചെയ്യുക. ചട്ടിയിൽ നിന്ന് എടുത്ത ശേഷം അതിലുള്ള മണ്ണെല്ലാം കളഞ്ഞ് വേറൊരു ചട്ടിയിൽ വേറെ നല്ല പോട്ടി മിശ്രിതമൊക്കെ നിറച്ച ശേഷം നമ്മൾ അതിലേക്ക് മാറ്റി നടുക. ചെടി കുറച്ച് ഉണക്കൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം. അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെടികളുള്ള കമ്പുകളെല്ലാം ട്രിം ചെയ്ത് കളയാം. ഒരുപാട് കമ്പുള്ള ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കമ്പുകളൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ മാക്സിമം കമ്പുകളെല്ലാം ട്രിം ചെയ്തിട്ട് വേരിന്റെ ജോലിഭാരം നമ്മൾ കുറച്ചു കൊടുക്കണം. വേരിന് എന്തെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്ന വഴി വേരുകൾക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ജോലിഭാരം കുറച്ചു കൊടുക്കുന്ന വഴി ചെടി രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. പിന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ ചെടി നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷം ആ ചെടി എടുത്തിട്ട് വെയിലുള്ള ഭാഗത്താണ് ഇത്രയും ദിവസം വെച്ചിരുന്നെങ്കിൽ ആ വെയിലില്ലാത്തൊരു ഭാഗത്തേക്ക് തണലത്തേക്ക് ആ ചെടി മാറ്റി നടുക. നമ്മൾ സൺലൈറ്റ് ആവശ്യമുള്ള ചെടി ആണെങ്കിൽ പോലും കുറച്ച് ഈ ചെടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ എത്തുന്നവരെ നമ്മളിത് തണലത്തിന് വെക്കണം. കാരണം ചെടിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വെയിലിന്റെ കാഠിന്യമോ അല്ലെങ്കിൽ ചെടിക്ക് വന്ന ഡാമേജ് ഒക്കെ കൂടി വരുമ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ ചെടിക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തണലത്തേക്ക് മാറ്റി നടണം. പിന്നെ ചെടികളുടെ ഇലകൾക്കൊക്കെ പ്രശ്നം ബ്രിട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യത്തിന് വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരുപാട് ഓവറായിട്ട് നനയ്ക്കാൻ പാടില്ല. ഓവറായിട്ട് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിനൊക്കെ ഡാമേജ് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിനൊരു ചീയലൊക്കെ വരും. അപ്പം വേര് ചീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ഡാമേജ് ചെയ്യും. ഡാമേജ് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഓവറാക്കരുത്. അപ്പൊ ഓവറാക്കി കഴിഞ്ഞാൽ ഡാമ്പിംഗ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ തണലത്തേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം ചെടി ഒന്ന് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റ് ബൂസ്റ്റർ ഒക്കെ അപ്പം കിട്ടും, ന്യൂട്രിയൻ ബൂസ്റ്റർ ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നേർപ്പിച്ചിട്ട് വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാം. അതിനുശേഷം പിന്നെ ചെടിക്ക് ഏതെങ്കിലും വിധത്തിലെ കീടങ്ങളോ എഫിഡ്സ് എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ആഴ്ച വരെ വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ചെടിയിൽ ചെറിയ ചെറിയ ഇലകളുടെ ബഡ്സ് ഒക്കെ വന്നു തുടങ്ങും. രക്ഷപ്പെടുത്താൻ ഒരു ചാൻസ് ആ ചെടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെടി നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നശിച്ചു പോകാൻ നിൽക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.